ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിൽ നിന്ന് എടുക്കാവുന്ന പോസിറ്റീവ് പറ്റുമെങ്കിൽ തിരുത്താവുന്ന നെഗറ്റീവ് ഏതെല്ലാം എന്ന് നോക്കാം. ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തുടങ്ങാം. സീസൺ തുടങ്ങുന്നതിനു മുമ്പ് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഗോൾ കീപ്പിംഗ്. പക്ഷേ നോറ അതെല്ലാം കാറ്റിൽ പറത്തി. കഴിഞ്ഞ സീസണിൽ സച്ചിൻ വരുത്തിയ പോലെ ഒരു ബ്ലണ്ടറും നോറ വരുത്തിയില്ല. നോറയുടെ ഫിസിക്, കോമ്പോസ്ചർ, പൊസിഷനിങ് എല്ലാം അടിപൊളിയാണ്. എപ്പോഴും മലയാളി ഗോൾ കീപ്പേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചാൽ ബ്ലണ്ടേഴ്സ് വരുത്തും. നോറ സച്ചിനെ പോലെയല്ല, ഡിഫൻഡിംഗ് ലൈനുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഗെയിം റീഡിംഗ് കഴിവുണ്ട്. കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ നോറ നല്ല ഇംപ്രൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. സോ ഗോൾ കീപ്പിംഗ് പൊസിഷൻ സെറ്റാണ്. നെക്സ്റ്റ് സെന്റർ ബാക്സിന്റെ കാര്യം നോക്കാം. ഹുവാൻ നല്ലപോലെ ഇന്ത്യൻ കണ്ടീഷനുമായി അഡാപ്റ്റ് ആയി. മോഹൻ ബഗാന്റെ ആൽബർട്ടോ പോലെയാണ് എനിക്ക് തോന്നിയത്. ഗോൾ സ്കോറിംഗ് കഴിവുമുണ്ട്, നല്ല ലീഡർഷിപ്പ് ഉണ്ട്. യങ് പ്ലേയേഴ്സിന് എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് നല്ലപോലെ അറിയാം. ഹുവാന് പറ്റിയ ബെറ്റർ സെന്റർ ബാക്ക് പാർട്ട്ണർ ആണ് ബികാഷ്. ഹുവാൻ അഗ്രസീവ് ആയി മുന്നോട്ടു പോകുമ്പോൾ ബികാഷ് പിന്നോട്ടിറങ്ങി നല്ലപോലെ ആ ഏരിയ കവർ ചെയ്യും. അവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ഷൻ ഉണ്ട്. ബികാഷിന് എങ്ങാനും പരിക്കു പറ്റിയാൽ ഹോർമി ബെറ്റർ റിപ്ലേസ്മെന്റ് ആണ്. ഹോർമിക്ക് ബികാഷിന്റെ മിക്ക കഴിവുമുണ്ട്. പക്ഷേ ഡിസിപ്ലിനറി പ്രോബ്ലമാണ്. സീൻ വെറുതെ പോയി ഫൗൾസ് ആൻഡ് യെല്ലോ കാർഡ്സ് മേടിക്കും. അതർവൈസ് അടിപൊളി പ്ലേ ആണ്. പിന്നെ ഗായ്സ്, ഒരു കാര്യം പറയട്ടെ, ഈ ടൈപ്പ് യങ് ഡിഫൻഡേഴ്സ് കൊണ്ട് കപ്പ് ഒന്നും അടിക്കാൻ പറ്റില്ല. കാരണം ഇവർ എപ്പോൾ വേണമെങ്കിലും മിസ്റ്റേക്ക് വരുത്താം, കളിയും തോക്കും. സോ നല്ല കളികൾ കാണാൻ പറ്റും, അല്ലാതെ കപ്പ് ഒന്നും നേടാൻ പറ്റത്തില്ല ഈ ഡിഫൻഡേഴ്സിനെ കൊണ്ട്. ഇനി വിംഗ് ബാക്സിന്റെ കാര്യം നോക്കാം. ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്കായി അമേയും ഫസ്റ്റ് ചോയ്സ് ലെഫ്റ്റ് ബാക്കായി നവോച്ചയും എടുക്കാം. സന്ദീപും സഹീഫും സെക്കൻഡ് ചോയ്സ്. ഈ പ്ലേയേഴ്സ് എല്ലാം ഡിസിപ്ലിനറി പ്രോബ്ലം ഉള്ളവരാണ്. എപ്പോ വേണമെങ്കിലും കാർഡും മേടിക്കാം, മിസ്റ്റേക്ക് വരുത്താം. കോച്ച് ആദ്യം ചെയ്യേണ്ട കാര്യം ഇവരെയെല്ലാം മെന്റലി സ്ട്രോങ് ആക്കണം. ഗായ്സ്, ഇനിയാണ് നമ്മുടെ ഏറ്റവും വീക്ക് പൊസിഷൻ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ഒരു നല്ല പ്ലെയർ പോലും ഈ പൊസിഷനിൽ ഇല്ല. ഫോറിൻ പ്ലെയർ ആയ ലഗാട്ടോർ ISLന് പറ്റിയ പ്ലെയർ അല്ല. എനിക്കൊരു പോസിറ്റീവും ഈ പ്ലെയറിൽ കാണാൻ പറ്റുന്നില്ല. ഒരു സാധാരണ ഇന്ത്യൻ പ്ലെയറിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ലഗാട്ടോർ ചെയ്യുന്നുള്ളൂ. ഈ പൊസിഷനിൽ മസ്റ്റ് റിപ്ലേസ്മെന്റ് വേണം, അതർവൈസ് ഈ വർഷവും ബോട്ടം ടേബിൾ ആവും. പിന്നെ ഫ്രെഡിയുടെ കാര്യം പറയാതെ ഇരിക്കുന്നതാണ് നല്ലത്. പാസിംഗും അറിയത്തില്ല, ഡിഫൻഡിങ്ങും അറിയത്തില്ല, വെറുതെ ആളെണ്ണത്തിന് കൊള്ളാം. ഫ്രെഡി ഒന്നും ISLന് പറ്റിയ പ്ലെയർ അല്ല, ഐ ലീഗ് ലെവൽ പ്ലെയർ ആണ്. ഡാനിഷ് ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ്. ടീമിനോട് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്. ബട്ട് എപ്പോൾ വേണമെങ്കിലും മിസ്റ്റേക്ക് വരുത്താം, കളിയും തോൽപ്പിക്കാം. അത് കാരണം തന്നെയാണ് BFC വിട്ടുതന്നത്. ഒരു നല്ല കോച്ചിന് ഈ പ്ലേസിനെ കൊണ്ട് നല്ല ഗെയിം തരാൻ പറ്റും. ബട്ട് ഒരിക്കലും കപ്പ് തരാൻ പറ്റില്ല. ഞാനിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുന്നത് നല്ല ഗെയിം കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ കപ്പ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കപ്പ് പ്രതീക്ഷിച്ചാൽ ദുഃഖമായിരിക്കും റിസൾട്ട്. പാർട്ട് 2 അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം. ബൈ ഗൈസ്.